ഹലോ, അസ്സാം വലൈക്കും. ഇതൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നൊരു മട്ടൻ സൂപ്പ് ഉണ്ടാക്കാനാണ് കേട്ടോ. അത് ഞാൻ 1 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. മട്ടൻ്റെ ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസാണ്: ചെറിയ ഉള്ളി ഒരു 20 എടുത്തിട്ടുണ്ട്, ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ഇഞ്ചി പീസ് എടുത്തിട്ടുണ്ട്, പിന്നെ അയമോദകം എടുത്തിട്ടുണ്ട്, ചെറിയ ജീരകം, വലിയ ജീരകം, ഒരു ചുക്ക് പീസ് എടുത്തിട്ടുണ്ട്, 2 സ്പൂണ് കുരുമുളക്, 2 സ്പൂണ് പച്ചമല്ലിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ എടുത്തിട്ടുണ്ട്. അപ്പോൾ സ്പൈസസൊക്കെ നമുക്കൊന്ന് എടുത്തിട്ട് ചതച്ചെടുത്ത് കൊണ്ടുവരാം. നല്ലോണം പൊടിക്കും വേണ്ട, എന്നാൽ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു മിക്സീൻ്റെ ജാറിലോട്ട് എല്ലാ സ്പൈസസും ഇടാണ്. ഈ തണുപ്പത്തും ഈ കർക്കിടകത്തിലൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയൊരു സൂപ്പാണ് മട്ടൺ സൂപ്പ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കുക, കുടിക്കുക. അപ്പോൾ നമ്മളെ വേദനയും കാര്യങ്ങളൊക്കെ നിൽക്കും. അപ്പോൾ ഞാനൊരു മണ്ണ് കുടുക്കിയിലായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ മണ്ണ് കുടുക്കിയിലോട്ട് ഈ മട്ടൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് തന്നെ സ്പൈസസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി ഒക്കെ ചതച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് അധികം ആവാൻ പാടില്ല കേട്ടോ, കുറഞ്ഞാലും വേണ്ടില്ല, അധികം ആവാൻ പാടില്ല. അപ്പോൾ നമ്മളെ ടേസ്റ്റ് മാറും മട്ടൻ്റെ. പിന്നെ നിങ്ങൾക്ക് മസാലയൊക്കെ കുറക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചെടുക്കുക, പിന്നെ മസാല അധികം ഇടാതെ ഉപയോഗിക്കുക. അങ്ങനെയൊക്കെ ഉണ്ടാക്കട്ടോ സൂപ്പ്. അപ്പോൾ ഈ തണുപ്പത്ത് കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് കുടിക്കുമ്പോൾ അതിൻ്റെ ഒരു രുചി വേറെ തന്നെ കാരണം. അപ്പം ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 4 ലിറ്റർ വെള്ളമാണ് കേട്ടോ ഒഴിക്കണത്. നല്ലോണം വെന്ത് ഇതിന്ന് ഇറച്ചിയും എല്ലൊക്കെ വേറിട്ടിങ്ങനെ വരും. അപ്പോഴാണ് നമുക്കിതിൻ്റെ പാകം അറിയട്ടോ. പിന്നെ ഇത് 4 ലിറ്ററിൽ ഒരു 1.25 ലിറ്റർ വെള്ളമാവോളം നമ്മൾ തിളപ്പിച്ചെടുക്കണം. അപ്പം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇളക്കിയിട്ട് നമ്മൾ അടുപ്പിലോട്ട് വെച്ചെടുക്കുകയാണ് കേട്ടോ. നമുക്ക് ഇത് കുക്കറിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കട്ടോ. ഇതിൽ കുറച്ച് വെള്ളം കുറച്ച് വെച്ചാൽ മതി. കുക്കറിലാവുമ്പോൾ ഒരു 5-6 വിസിൽ വന്ന് നമ്മളെ കുക്കറിനനുസരിച്ചാണത്. വിസിൽ വന്നാൽ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. അപ്പം ഞാൻ മൂടി വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി അവിടെ കിടന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ ഞാനൊരു 5 മണിക്കൂർ വേവിച്ചെടുത്തിന്. എന്നിട്ട് കിട്ടിയ ഗ്രേവിയും മസാലയും എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ലൈറ്റ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് കേട്ടോ ഇങ്ങനെ കാണുന്നത്. അപ്പോൾ ഇനി ഞാൻ ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ നെയ്യിൽ തൂമിക്കാൻ പോകട്ടോ. ഇത് വേണമെന്നൊന്നുമില്ല, ഇത് ഉണ്ടായാൽ കുഴപ്പമൊന്നുമില്ല. നെയ്യ് കുറക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നല്ലോണം ചമന്ന് വരുമ്പോൾ നമ്മൾ ആ സൂപ്പ് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ മട്ടൻ സൂപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാം കേട്ടോ. നമുക്ക് കുടിക്കാം. ഏറ്റവും നല്ലത് വൈകുന്നേരം കുടിക്കാനാണ് കേട്ടോ, അല്ലെങ്കിൽ രാവിലെ. നമ്മൾ വൈകുന്നേരം ഭക്ഷണമൊന്നും കഴിക്കണ്ട, ഈ സൂപ്പ് കുടിച്ചും കണ്ട് കിടന്നാൽ മതി. അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ട, അത് കുടിച്ച് ഇരുന്നാൽ മതി. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.